Welcome to Mindful for Happy Life Forgiveness Meditation. ക്ഷമ ധ്യാനം. ഇന്നത്തെ ക്ലാസ് ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ക്ഷമ ധ്യാനത്തെ കുറിച്ച്. എന്താണ് ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ? എന്താണ് ഫോർഗീവ്നെസ്? ക്ഷമ മനസ്സിലേക്ക് ക്ഷമിക്കുവാൻ പരിശീലിപ്പിക്കുക. മനസ്സിനെ നമ്മൾ ക്ഷമിക്കുവാൻ പരിശീലിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് ആണ് ഈ ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ക്ഷമാധ്യാനത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സിനെ പറ്റി ആദ്യം പറയാം. ഈ പ്രാക്ടീസ് ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. അതിന്റെ ഗുണങ്ങൾ, ആദ്യത്തെ ഗുണം തന്നെ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനാണ് ഈ പ്രാക്ടീസിന്റെ ഗുണം. സ്ട്രെസ്, ആൻസൈറ്റി അത് കുറയും. നമ്മൾ പല വ്യക്തികളുമായി പലതരത്തിൽ ഇടപെടുന്ന സമയത്ത് അവരെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ്, അവരെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് നമുക്ക് നല്ലതുമാവാം ചീത്തതുമാവാം. പക്ഷെ 90% നമ്മൾ ഈ ചീത്ത തോട്ട്സ് ഉണ്ടാവുക, നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുക. ആ തോട്ട്സ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ഹാപ്പിനെസ്സിനെ കുറയ്ക്കും. ഈ മൈൻഡ്ഫുൾ ഫോർ ഹാപ്പി ലൈഫ് ട്രെയിനിങ് എന്തിനാണ്? നിങ്ങളുടെ ഹാപ്പിനെസ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോർഗീവ് ചെയ്യാൻ, ക്ഷമിക്കാൻ നിങ്ങൾ പരിശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് പ്യൂരിറ്റി ഉണ്ടാവും. അതായത് പ്രസൻസ് ഓഫ് മൈൻഡ് പെട്ടെന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ആ പ്രസൻസ് ഓഫ് മൈൻഡ്, എംപ്റ്റിയിങ് മൈൻഡ്, ഇത് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ക്ലാസ്സിൽ, എംപ്റ്റിയിങ് മൈൻഡ് ആവുമ്പോഴാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് വരിക. ഓക്കെ, അപ്പൊ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് ഈ ബെനിഫിറ്റ്സ് കൂടെ പറഞ്ഞുതരാം. ഓക്കെ, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു, അതേപോലെ ഹൃദയഭാരം കുറയ്ക്കുന്നു, പഴയ വേദനകളും ഓർമ്മകളും വിട്ടുകളയാൻ സഹായിക്കുന്നു. നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പഴയ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഉണ്ടാവുന്നത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാൻ വളരെ സഹായിക്കും ഈ ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ. ഫാമിലിയിൽ തന്നെ നമുക്കുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ, അവരെല്ലാം നമുക്ക് ഫോർഗീവ് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അവരോട് ക്ഷമിക്കാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഈ മെഡിറ്റേഷൻ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഇതിന്റെ ഗുണം ഇത് മാത്രമല്ല, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യും, പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവും, ഫോക്കസ് ഇംപ്രൂവ് ആവും, കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ആവും. ഓക്കെ, അപ്പോൾ എന്നും നമ്മൾ ഫോർഗീവ് ചെയ്യാൻ പഠിച്ചാൽ നമ്മുടെ മനസ്സിൽ പഴയ ചിന്തകൾ, പഴയ നെഗറ്റീവ് ചിന്തകൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകളില്ലാതെ നമുക്ക് സുഖമായി ഉറങ്ങാൻ പറ്റും. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ക്ഷമിക്കേണ്ടത് ആരോടാണ് അറിയോ? ആദ്യം ക്ഷമിക്കേണ്ടത് നിങ്ങളോടാണ്. നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കേണ്ടത്. അതിന്റെ ആ ഫ്രേസസ് ഞാൻ പറയാം. നിങ്ങളുടെ തന്നെ രൂപം മനസ്സിൽ കൊണ്ടുവരിക, വിമർശനമില്ലാതെ, ജഡ്ജ്മെന്റ് ഇല്ലാതെ ശ്രദ്ധിക്കുക, മനസ്സിൽ പതുക്കെ ആവർത്തിക്കുക. ഞാൻ അറിയാതെയോ അറിഞ്ഞോ ചിന്തകളാൽ, വാക്കുകളാൽ, പ്രവൃത്തികളാൽ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ ക്ഷമിക്കുന്നു. ഞാൻ മനുഷ്യനാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സുഖപ്പെടുവാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. അതായത് ആദ്യം ഫോർഗീവ് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ നിങ്ങൾ ക്ഷമിക്കുന്നു. ഞാൻ എന്നെ തന്നെ ക്ഷമിക്കുന്നു. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ക്ഷമിക്കൽ. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളെ, ലഘുവായ ഒരാളിൽ നിന്ന് ആരംഭിക്കുക, മനസ്സിൽ കൊണ്ടുവരിക, മനസ്സിൽ പറയുക, നീ അറിയാതെയോ അറിഞ്ഞോ ചിന്തകളാൽ, വാക്കുകളാൽ, പ്രവൃത്തികളാൽ എന്നെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ക്ഷമിക്കുന്നു. ഈ ഭാരമാകെ എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ വിട്ടുകളയുന്നു. ഇത് ചെയ്യുന്നത് നിങ്ങളുടെ സമാധാനത്തിനാണ്, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അദ്ദേഹത്തിന്
ഫോർഗീവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജ് ക്ഷമ ചോദിക്കൽ. നിങ്ങൾ വേദനിപ്പിച്ചിട്ടുള്ള ഒരാളെ ഓർക്കുക. നിങ്ങൾ വേദനിപ്പിച്ചിട്ടുള്ള ഒരാളെ ഓർക്കുക. മനസ്സിൽ പറയുക, ഞാൻ നിന്നെ അറിയാതെയോ അറിഞ്ഞോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി എന്നെ ക്ഷമിക്കുക. അതായത് നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ മനസ്സിൽ ക്ഷമ ചോദിക്കുന്നതാണ് ഈ പറഞ്ഞത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ഷമ വ്യാപിക്കൽ ഇപ്പോൾ പതുക്കെ ആവർത്തിക്കുക. ഞാൻ എന്നെ തന്നെ ക്ഷമിക്കുന്നു, ഞാൻ മറ്റുള്ളവരെ ക്ഷമിക്കുന്നു, ഭൂതകാലത്തിൽ ഞാൻ വിട്ടുകളയുന്നു, എൻ്റെ ഹൃദയം സ്വതന്ത്രവും സമാധാനപരവുമാണ്. ഈ അനുഭവത്തിൽ കുറച്ച് സമയം ഇരിക്കുക. അപ്പോ നിങ്ങളെ തന്നെ ക്ഷമിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരെ ക്ഷമിക്കുന്നു, നിങ്ങളോട് തെറ്റ് ചെയ്തവരെ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചവരെ നിങ്ങൾ ക്ഷമിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ക്ഷമിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പാസ്റ്റ് നടന്ന എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ഇവന്റ്സും പതുക്കെ മനസ്സിൽ നിന്ന് എറേസ് ആയി പോകും. പിന്നീട് ഈ വ്യക്തികളെ കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ മൈൻഡ് എന്നും പ്രസൻസ് ഓഫ് മൈൻഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു മെഡിറ്റേഷൻ കൂടെ ഇപ്പോൾ ചെയ്യാം നമുക്ക്. ഓക്കെ, ഈ ഫോർഗീവ്നെസ് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ ബോഡി സെൻസേഷനിലേക്ക് ശ്രദ്ധിക്കുന്നു. ഓക്കെ, ശരി, ഞാനിപ്പോൾ ആ മെഡിറ്റേഷൻ കൊടുക്കാം. പതിയെ കണ്ണുകൾ അടയ്ക്കൂ. ചുറ്റുമുള്ള ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധ നൽകൂ. എന്റെ ശബ്ദം മറ്റു ചെറുതും വലുതുമായ മറ്റു ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധ നൽകൂ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധ ചുറ്റുമുള്ള ശബ്ദങ്ങളിലേക്കാണ്. പതിയെ മനസ്സ് ശബ്ദത്തിൽ നിന്ന് ശ്വാസത്തിലേക്ക് കൊണ്ടുവരൂ. അകത്തേക്ക് പോകുന്ന ശ്വാസം, പുറത്തേക്ക് വരുന്ന ശ്വാസത്തിൽ മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ. അകത്തേക്ക് ശ്വാസം പോകുന്നു, പുറത്തേക്ക് ശ്വാസം വരുന്നു. മനസ്സിൽ ചിന്തകളൊന്നുമില്ലാതെ ശ്രദ്ധ പൂർണ്ണമായും ശ്വാസത്തിലാണ്. അകത്തേക്ക് ശ്വാസം പോകുമ്പോൾ ശരീരം ശാന്തമാകുന്നു മനസ്സിൽ പറയുന്നു. പുറത്തേക്ക് ശ്വാസം വരുമ്പോൾ ശരീരം ശാന്തമാകുന്നു മനസ്സിൽ പറയുന്നു. അകത്തേക്ക് ശ്വാസം പോകുമ്പോൾ മനസ്സ് ശാന്തമാണെന്ന് മനസ്സിൽ പറയുന്നു. പുറത്തേക്ക് ശ്വാസം വരുമ്പോൾ മനസ്സ് ശാന്തമാണെന്ന് മനസ്സിൽ പറയുന്നു. അകത്തേക്ക് ശ്വാസം പോകുമ്പോൾ ശ്വാസം ശാന്തമാണെന്ന് മനസ്സിൽ പറയുന്നു. ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ ശ്വാസം ശാന്തമാണെന്ന് മനസ്സിൽ പറയുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശരീരം, മനസ്സ്, ശ്വാസം ശാന്തമാണ്. പതിയെ നിങ്ങൾ ക്ഷമാധ്യാനം, ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു. നിങ്ങൾ നിങ്ങളെ ക്ഷമിക്കുന്നു, ഞാൻ എന്നെ ക്ഷമിക്കുമെന്ന് മനസ്സിൽ പറയുക. നിങ്ങൾ മറ്റുള്ളവർക്ക് ക്ഷമ നൽകുന്നു, നിങ്ങൾ മറ്റുള്ളവർക്ക് ക്ഷമ നൽകുന്നു, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എല്ലാവരോടും ക്ഷമിച്ചതായി മനസ്സ് സങ്കല്പിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ
ഹാപ്പി മൈൻഡായിട്ട് നിലകൊള്ളട്ടെ. ഈ ശ്വാസത്തിലേക്ക് ശ്രദ്ധ നൽകൂ. അകത്തേക്ക് പോകുന്ന ശ്വാസം സന്തോഷമായ ശ്വാസമാണ്. പുറത്തേക്ക് വരുന്ന ശ്വാസം സന്തോഷമായ ശ്വാസമാണ്. ഹാപ്പി ബ്രെത്ത്. ചിന്തകളൊന്നുമില്ലാതെ മനസ്സ് പൂർണ്ണമായും ശ്വാസത്തിലാണ് ശ്രദ്ധിക്കുന്നത്. വെറുപ്പോ ഭയമോ ഇല്ലാത്ത ശുദ്ധമായ ശ്വാസമാണ് അകത്തേക്ക് പോകുന്നത്. ശുദ്ധമായ ശ്വാസമാണ് പുറത്തേക്ക് വരുന്നത്. പതിയെ കണ്ണു തുറക്കൂ.